ഇന്നത്തെ നമ്മുടെ വീഡിയോ ചിന്നാർ വൈൽഡ് സാങ്ച്വറിയുടെ അകത്തുള്ള പെരിയോമ്പ് ലോഗോസിലേക്കാണ്. കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഈ കൊടുങ്കാടിനകത്ത് പോയിട്ട് ഒരു ദിവസം സ്റ്റേ ചെയ്യണമെന്നുള്ളത്. അപ്പം നമ്മൾ ചിന്നാരെത്താറായപ്പോഴേക്കും ഫസ്റ്റ് നമ്മുടെ മുന്നിലേക്ക് വന്നത് ദേ വൈൽഡ് ഗോറിൻ്റെ ഫാമിലിയാണ്. നമ്മൾ ഈ ചിന്നാരെത്താൻ നേരത്ത് ഇവിടെ സ്ഥിരം കാണുന്ന ഒരു ടീംസാണ്ടാ ഈ വാനരന്മാർ. ഇതിൻ്റെ പേരാണ് ടഫ്റ്റഡ് ഗ്രേ ലങ്കൂർ. ഇതിൻ്റെ തലയുടെ മേളിലായിട്ട് ഒരു ടഫ്റ്റ് പോലെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ടഫ്റ്റഡ് ഗ്രേ ലങ്കൂർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ബ്ലാക്ക് ഫുട്ടഡ് ലങ്കൂർ ഉണ്ട്. അതിൻ്റെ തലയുടെ മേൽഭാഗത്തായിട്ട് ഈ ഒരു ഷേപ്പ് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മൾ ചിന്നാർ ചെക്ക് പോസ്റ്റിലേക്ക് ചെന്നിട്ട് അവിടുത്തെ ഇൻഫർമേഷൻ സെൻറ്ററിൽ നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം തിരിച്ച് പുറകിലേക്ക് ഒരു 3 കിലോമീറ്റർ വരണം. അവിടെയാണ് ചമ്പക്കാട് ട്രൈബൽ സെറ്റിൽമെൻ്റ് ഉള്ളത്. അപ്പോൾ ആ ഭാഗത്തുകൂടിയാണ് നമ്മൾ ഈ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കൂടെ 2 വാച്ചർമാരുണ്ടാവും കേട്ടോ ഈ ഒരു സ്റ്റേ ഓപ്ഷനിൽ. ഈ ചമ്പക്കാട് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം അവർ താമസിക്കുന്നൊരു ഏരിയ കൂടിയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നമ്മുടെ കാറ് പാർക്ക് ചെയ്യണത്. അത്യാവശ്യം ആൾതാമസമുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ വണ്ടി ഇവിടെ സേഫ് ആയിരിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ വാച്ചർ പ്രകാശൻ ചേട്ടൻ. പിന്നെ ഇന്നത്തെ യാത്രയിൽ എൻ്റെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. ആളൊരു UK കാരനാണ്. സ്റ്റഫോർഡ് എന്നാണ് ആളുടെ പേര്. പുള്ളിക്കാരനൊരു ബേർഡ് വാച്ചറും ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും കൂടിയാണ്. അപ്പോൾ ആളീ കുറേ സ്ഥലങ്ങളിൽ ഈ സഫാരിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ കാടിനകത്ത് ട്രെക്ക് ചെയ്ത് പോയിട്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് സ്റ്റേ ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ആ ഒരു വിഷമം നമുക്ക് എന്തായാലും മാറ്റി കൊടുക്കണമല്ലോ. ഈ കായ കണ്ട, ഇതിവിടെയുള്ള പ്രത്യേകതരം കഴിക്കാൻ പറ്റുന്നൊരു കായ എന്നാണ് എൻ്റെ പുള്ളി പറഞ്ഞത്. എൻ്റെ പേര് പറഞ്ഞത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി 2 പറിച്ചുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. അതെ താഴെ വീണിട്ടുണ്ട് കേട്ടാ. ഇതാണ് സാധനം. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ചേട്ടൻ പറഞ്ഞത് ഇത് താഴെ വീണ് കിടക്കുമ്പോൾ ഈ പറഞ്ഞ മ്ലാവും മാനൊക്കെ വന്നിട്ട് സ്ഥിരം കഴിക്കുന്ന ഒരു കായാണെന്നാണ് പുള്ളി പറഞ്ഞത്. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതാണ് നമ്മുടെ ഐറ്റോട്ടാ. പിന്നെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാരമലിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ കറക്റ്റ് മറ്റേ എന്താ പറയുക ഒരു സ്ട്രോബെറിയുടെ ഒക്കെ പോലത്തെ ഒരു സ്മെല്ലും ഉണ്ട്. ശരിക്കും ഒരു ക്യാൻഡിയുടെ ഒരു സ്മെല്ലാണ്. അങ്ങനെ നമ്മളിത് നമ്മുടെ സ്പോട്ടിലേക്ക് എത്തിയിട്ടാ. നമ്മുടെ ഈ ലൊക്കേഷൻ കണ്ടിട്ട് പുള്ളിക്കാരൻ ആകെ വണ്ടറടിച്ചിരിക്കണ്ടേ.
ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം കേട്ടോ. രണ്ടുപേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റും. ഈ ഷെഡിലാണ് നമുക്കുള്ള ഫുഡും മറ്റൊക്കെ അവർ റെഡിയാക്കി തരുന്നത്. രാത്രിയാകുമ്പോൾ അവർ കിടക്കുന്നതും അതിനകത്ത് തന്നെയാണ്. അങ്ങനെ ചെന്നപ്പോൾ തന്നെ അതെ അവർ നമുക്ക് നൈസായിട്ട് രണ്ട് കട്ടനിട്ട് തന്നിട്ടുണ്ട്. ഞാൻ ആ ഗ്യാപ്പിൽ അവിടെയുള്ള ബൈനോക്കുലറൊക്കെ എടുത്ത് അവിടെയൊക്കെ മൊത്തം ഒന്ന് അരിച്ചു പെറുക്കി നോക്കി. സാധാരണ സ്ഥിരം കാട്ടുപോത്തുകളെ മാനിനെ കാണുന്ന ഒരു സ്പോട്ടാണത്. പക്ഷെ ഇന്നെന്തോ നമുക്ക് വലിയ ഭാഗ്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും വൈൽഡ് അനിമൽസിനൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ ഒരു സീനറി നോക്കിയിരുന്ന് ആ കട്ടൻ കുടിക്കുമ്പോൾ ഉള്ള ഒരു സുഖം ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു. അങ്ങനെ കുറേ നേരം ഈ കാടിൻ്റെ ഭംഗിയും ശബ്ദവും കേട്ടിരുന്ന് സന്ധ്യ ആയപ്പോഴേക്കും പ്രകാശേട്ടൻ ക്യാമ്പ് ഫയറിനുള്ള വെറൈറ്റിയായിട്ടൊക്കെ സ്പോട്ടിലേക്ക് എത്തി. എന്താ സീനെന്ന് നോക്കിയേ. കൊടുങ്കാടിൻ്റെ ഉള്ളിൽ ആ ചന്ദ്രനെ കണ്ട ക്യാമ്പ് ഫയറൊക്കെ ഇട്ട് കാടിൻ്റെ ശബ്ദമൊക്കെ ഇട്ടിരിക്കാൻ എന്താ രസമെന്ന് അറിയാം. ഇനി കൂടെ വേറൊരു വാച്ചറും ഉണ്ട്. ആളുടെ പേരാണ് അനീഷ് എന്ന്. ആൾ നമുക്കുള്ള ചിക്കൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു വെച്ചുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ ഓൾമോസ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ സായിപ്പ് ഭയങ്കര എക്സൈറ്റഡ് ആണ് ആൾ ആദ്യമായിട്ടാണ് ഈ ഒരു വൈബ് എടുക്കുന്നതെന്നാണ് പുള്ളി പറഞ്ഞത്. പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ അനീഷ് ഉണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ടല്ലോ, ഫുഡൊക്കെ ടേസ്റ്റായിരുന്നു. എന്തൊക്കെയോ സ്പെഷ്യൽ മസാലയൊക്കെ ആഡ് ചെയ്യുന്നതെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. എന്തായാലും സംഭവം കലക്കി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് തൊട്ട് ബാക്കിലുള്ള പാറയിലെ പോയി കുറച്ച് നേരം കൂടെ കിടന്നു. ആ രാത്രി നമുക്ക് ഒരു കാടിൻ്റെ നിശബ്ദതയിൽ ആ ആകാശങ്ങളൊക്കെ നോക്കി കിടക്കുമ്പോഴുള്ള ഫീൽ ഉണ്ടല്ലോ, വൺ ഓഫ് ദ ബെസ്റ്റ് എവർ ഫീലിംഗ് എന്ന് തന്നെ പറയാം. പിന്നെ ഇവിടെ ഈ ആനയും പുലിയൊക്കെ സ്ഥിരമുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മളധികം ഫീൽ ചെയ്യാൻ നിന്നില്ല, നേരെ പോയി കിടന്നു. ഇതാണ്ട ഇവിടുത്തെ രാവിലത്തെ സീനറി. അങ്ങനെ രാവിലെ ഒരു 7 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. കാരണം ഈ ഒരു ടൈമിൽ പോയി കഴിഞ്ഞാലേ ഇതിന് സൈറ്റീസൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ രാവിലെ തന്നെ ഈ ഒരു സീനറിയും കണ്ട് ഓംലെറ്റും കഴിച്ച് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. ഇന്നലെ രാത്രി നമ്മൾ കിടക്കുന്ന ടൈമായപ്പോഴേക്കും തൊട്ട് താഴത്തെ കാട്ടാനകളുടെ സൗണ്ട് നമ്മൾ കേട്ടായിരുന്നു. അപ്പം അതിനെ കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത്. ഇത് ഇവിടെ ഉണ്ടാ ഇങ്ങനെ ആനകൾ നിന്നേച്ചത്, കാൽപ്പടമൊക്കെ ഉണ്ട. അങ്ങനെ ഫ്രഷ് ആനപ്പിണ്ടൊക്കെ ഉണ്ട്. അപ്പം അടുത്തെവിടെയെങ്കിലും ഉണ്ടാവുമെന്നാണ് നമ്മുടെ ചേട്ടന്മാർ പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം. ഇവിടുത്തെ കള്ളിമുൾ ചെടിയിലത്തെ ഒരു പ്രത്യേകതരം ഫ്രൂട്ടാണ് കേട്ടോ. പിന്നെ പേരെന്തോ പറഞ്ഞ് ഞാൻ മറന്നുപോയി. നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഇല്ലേ, ഏകദേശം അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. അതിൻ്റെ അത്രയും സ്വീറ്റ് അല്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു ടേസ്റ്റായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചിന്നാറിൻ്റെ മെയിൻ അട്രാക്ഷനായ നക്ഷത്രാമയുടെ പ്രധാന ഭക്ഷണമാണ് ഈ ഫ്രൂട്ട്. ഇന്ന് സ്റ്റാഫ് ഇത് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. ആൾക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നുണ്ടോ പറഞ്ഞത്.
Tasty, right? Good. Not bad at all. Need to survive on this stuff. I mean, how? ഇതാണ് സ്പോട്ടഡ് ഡവ്. ചിന്നാർ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു പക്ഷിയെ കാണാൻ പറ്റും. അങ്ങനെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ റിവറിൻ്റെ ഭാഗത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ദേ കിടക്കണം ഒരു മ്ലാവിൻ്റെ കാല്. സംഭവം വൈൽഡ് ഡോഗ്സ് പിടിച്ചതാണ്ട. പിന്നെ ബാക്കിയുള്ള ഭാഗം മൊത്തം കഴിച്ചു തീർന്നിട്ട് അത് പോയേക്കനാണ്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ 2 ഭാഗത്തേക്ക് ഓടിപ്പോയി. പെട്ടെന്ന് അയാളെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഈ മരത്തിൽ ക്യാമോഫ്ലാഷ് ആയിട്ട് ഒരു ബേർഡ് ഇരിക്കുന്നുണ്ട്. ഇതാണ്ട ബ്രൗൺ ഫിഷ് ഔൾ. അതതിൻ്റെ നെസ്റ്റാണത്. അപ്പോൾ അത് മുട്ടയിട്ടിട്ടുള്ള അടയിരിപ്പാണെന്നാണ് ഇവിടുത്തെ വാച്ചർമാർ പറഞ്ഞത്. ഇത് ഈ ചിന്നാറ് കാട്ടിലത്തെ ഒരു പാട്ടുകാരനാണ്. ഇതിൻ്റെ പേരാണ് വൈറ്റ് റംപറ്റ് ശ്യാമ. ശ്യാമക്കിളി എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടുത്തെ ബേഡ്സിനെയൊക്കെ ഷൂട്ട് ചെയ്ത് നമ്മുടെ ട്രക്കിങ് നൈസായിട്ട് അങ്ങനെ വൈൻഡപ്പ് ആക്കി. എനിക്കിവിടെയുള്ള ഈ ബേഡ്സിനെയും അനിമൽസിനേക്കാളൊക്കെ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ പെരിയമ്പ് ലോഗോസിലെ സ്റ്റേ ഓപ്ഷൻ ആയിരുന്നു കേട്ടോ. ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ നിങ്ങൾ താമസിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് നിരാശയോടെ തിരിച്ചു പോകേണ്ടി വരില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.